ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 33 അംബരീഷ ചരിതം. ശ്ലോകം 1. വൈവസ്വതാഖ്യമനുപുത്രുന്നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷഃ സപ്താർണവാവൃതമഹീദൈതോ വിരേമി ത്വത്സംഗിഷു ത്വൈജമഗ്നമനാസദൈവ. പദം. വൈവസ്വത ആഖ്യ മനു പുത്ര നഭാഗ ജാത നാഭാഗ നാമക നര ഇന്ദ്ര സുതഃ അംബരീഷ സപ്ത അർണവ ആവൃത മഹീ ദൈതഃ അഭിരേമേ ത്വത്സംഗിഷു ത്വയിജ മഗ്നമനാഃ സദാ ഏവ. അർത്ഥം. വൈവസ്വത മനുപുത്രനായ നഭാഗൻ്റെ മകനായി ജനിച്ച നാഭാഗൻ്റെ പുത്രനായ അംബരീഷൻ സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂമിയുടെ അധിപതിയാണെങ്കിലും എപ്പോഴും അങ്ങയിലും അങ്ങയുടെ ഭക്തന്മാരിലും മനസ്സ് വ്യാപരിച്ച് ജീവിച്ചു. ശ്ലോകം 2. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്തൈവ ദേവ നജിരാതഭൃതാ പ്രസാദം യേനാസ്യയാജനമൃതിയപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രതാരം. പദം. ത്വത്പ്രീതയേ സകലം ഏവ വിധന്വത അസ്യ ഭക്ത്യാ ഏവ ദേവ ന ചിരാത് അഭൃതാഃ പ്രസാദം യേന അസ്യ യാചനം ഹൃദേ അഭിരക്ഷണ അർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രതാരം. അർത്ഥം. അങ്ങയുടെ പ്രീതിക്കു വേണ്ടി സകല കർമ്മങ്ങളും അനുഷ്ഠിച്ചിരുന്ന ആ രാജാവിൻ്റെ ഭക്തി മൂലം ഹേ ദേവ, അങ്ങ് അദ്ദേഹത്തിൽ പ്രസാദിക്കുകയും യാചന കൂടാതെ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് 1000 മുനകളുള്ള സുദർശനം നൽകുകയും ചെയ്തു. ശ്ലോകം 3. സദ്വാദശീ വ്രതമതോ ഭവദർച്ചനാർത്ഥം വർഷം ദദൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാസമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദിജേഷു വിസൃജൻ പശുഷഷ്ടികോടീം. പദം. സ ദ്വാദശീ വ്രതം അധോ ഭവത് അർച്ചന അർത്ഥം വർഷം ദദൗ മധുവനേ യമുന ഉപകണ്ഠേ പത്ന്യാ സമം സുമനസ മഹതീം വിതന്വൻ പൂജാം ദിജേഷു വിസൃജൻ പശുഷഷ്ടി കോടി. അർത്ഥം. പിന്നീട് അംബരീഷൻ യമുനാ തടത്തിലെ മധുവനത്തിൽ വെച്ച് നിർമ്മല മാനസയായ പത്നിയോടൊത്ത് വലിയ തോതിൽ ബ്രാഹ്മണ പൂജ ചെയ്തും 60 കോടി പശുക്കളെ ദാനം ചെയ്തും 1 വർഷം അങ്ങേ ഉപാസിച്ചുകൊണ്ട് ദ്വാദശി വ്രതം ആചരിച്ചു. ശ്ലോകം 4. തത്രാദപാരണദിനേ ഭവദർച്ചനാന്തി ദുർവാസസാസ്യമുനിനാം ഭവനം പ്രവേദി ഭോക്തും വ്രതച്ച നൃപേണ പരാർത്ഥിശീലോ മന്ദം ജഗാമ യമുനാ നിയമാൻ വിദാസ്യൻ. പദം. തത്ര അധ പാരണദിനേ ഭവത് അർച്ചന അന്തി ദുർവാസസ അസ്യ മുനിനാ ഭവനം പ്രവേദി ഭോക്തും വ്രത ച സ നൃപേണ പര അർത്ഥിശീലഃ മന്ദം ജഗാമ യമുനാം നിയമാൻ വിദാസ്യൻ. അർത്ഥം. അങ്ങയെ ഉപാസിക്കുന്ന ആ വ്രതാവസാനത്തിൽ പാരണ കഴിക്കേണ്ട സമയമായപ്പോൾ ദുർവാസവ മഹർഷി ആ രാജാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അന്യരെ ദുഃഖിപ്പിക്കുക എന്നത് സ്വഭാവമായി കഴിഞ്ഞിരുന്ന ആ മഹർഷിയെ രാജാവ് ഭോജനത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം നിത്യകർമ്മങ്ങൾ ചെയ്യാനായി യമുനാ നദിയിലേക്ക് മന്നം നടകൊണ്ടു. ശ്ലോകം 5. രാജ്ഞാതപാരണ മുഹൂർത്ത സമാപ്തികേതാത് വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തത ദിവ്യദൃശാഭിജാനൻ
ക്ഷിപ്പൻ ക്രുതോദ്ധൃതജഡോ വിതദാന കൃത്യാം. പദം രാജ്ഞ അധ ഭാരണ മുഹൂർത്ത സമാപ്തി ഖേദാത് വാര ഏവ പാരണം അകാരി ഭവത് പരേണ പ്രാപ്തഃ മുനി തദ് അധ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃത ഉദ്ധൃത ജഡഃ വിദദാന കൃത്യാം. അർത്ഥം: അങ്ങയുടെ സ്ഥിരഭക്തനായ രാജാവ് പാരണയ്ക്കുള്ള മുഹൂർത്തം കഴിഞ്ഞു പോകുന്നതോർത്ത് ഖേദിക്കുകയും വെറും ജലം കൊണ്ട് പാരണ കഴിക്കുകയും ചെയ്തു. അപ്പോൾ തിരിച്ചെത്തിയ മഹർഷി ദിവ്യദൃഷ്ടിയാൽ അക്കാര്യം പറഞ്ഞ് രാജാവിനെ അധിക്ഷേപിക്കുകയും ക്രോധാധിക്യത്താൽ ജഡ പറിച്ച് ഒരു പിശാചിയെ സൃഷ്ടിക്കുകയും ചെയ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.